കയറിയ വൈൽഡ് കാർഡ്സിലെല്ലാം പ്രധാനപ്പെട്ടതായിട്ടും നിങ്ങൾ ഗെയിം ചേഞ്ച് ചെയ്തു എന്ന് പറയാം, അത് പറയാതിരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും കുറച്ചുകൂടെ ആക്റ്റീവ് ആകാത്ത ആൾക്കാർ അതിനകത്തുണ്ട്. ഈവൻ ഞാൻ സാബുമോനെ തന്നെയാണ് പറയുന്നത്. സാബുമോൻ ഔട്ടാകാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ പെർഫോം ചെയ്യുന്ന അയാളെ ഞങ്ങൾ കാണുന്നില്ല, ലൈവിലും കാണുന്നില്ല. ശരിക്കും സാബുമോൻ്റെ ഗെയിം എന്താണ് അദ്ദേഹം അവിടെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന്? എനിക്കൊന്നും പ്രത്യേകിച്ച് അറിയത്തില്ല. കാരണം രാവിലെ ഞങ്ങൾ മോർണിംഗ് സോങ് തുടങ്ങുന്നതിന് മുമ്പേ സാബു എഴുന്നേക്കും. സാബു എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യും. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പിന്നെ സാബുമാനെ അങ്ങ് കാണാറേ ഇല്ല. ഞങ്ങൾ പലപ്പോഴും ഞാൻ വീട്ടിൽ തന്നെ പലപ്പോഴും സാബുമാനെ എവിടാന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് റീഗൽ ജുവലേഴ്സിന്റെയും ഒരു ഉജാലയുടെയും ഒരു ബീൻ ബാഗ് ഉണ്ട്. അതാണ് എല്ലാവരും ഇരിക്കുന്നത്. ചിലപ്പോൾ അവിടെ കാണാം, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കാണാം. ഇവൻ വഴക്കുകൾ നടക്കുമ്പോൾ പോലും ഇപ്പൊ സാബുമാനെ നീ സംസാരിക്കുക പറഞ്ഞാൽ പോലും ആള് മിണ്ടാതെ. അല്ല, ഇപ്പൊ നിങ്ങൾ കാണുന്നില്ല, ഞങ്ങൾ ഒട്ടും കാണുന്നില്ല. സാബുമോൻ എന്ന വ്യക്തിയുടെ പേര് ലാലേട്ടൻ സാറ്റർഡേ സൺഡേ ഒന്ന് വിളിക്കുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ അങ്ങനെ ഒരു വ്യക്തി ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സെലക്ഷൻ, സാബുമോൻ എന്ന വ്യക്തിയുടെ സെലക്ഷൻ വേറൊരാളുടെ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഗെയിം എന്നുള്ള ഫാക്ടറിൽ എനിക്ക് പലപ്പോഴായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. സൊസൈറ്റിയിൽ പല പല ആൾക്കാരുണ്ട്, അവരുടെ എല്ലാ റിഫ്ലക്ഷനാണ് അവിടെ വരുന്നത്. സാബുമാനെ പോലെ കാമായിട്ട് ഇങ്ങനെ ഇതിലൊന്നും ഇടപെടേണ്ടെന്നിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ചിലപ്പോൾ അവരുടെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും സാബു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.